രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ ഇപ്പോൾ കനത്ത പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. രാഷ്ട്രീയ സംഘടനകളും സാധാരണക്കാരായ വാഹന ഉപഭോക്താക്കളും ഒരേപോലെ തെരുവിലിറങ്ങി ഇന്ധന വിതരണത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. വികസനത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും ഹരിത ഊർജത്തിന്റെയും വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഭരണകൂടം നടപ്പിലാക്കുന്ന പെട്രോളിംഗിലെ എഥനോൾ മിശ്രിത വിപണനം പാവപ്പെട്ട ജനങ്ങളുടെ പോക്കറ്റടിക്കുന്ന ക്രൂരമായിട്ടുള്ള വിദ്യയാണ് എന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം രാജ്യം വ്യാപകമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന E20 ഇന്ധന വിതരണമാണ് ഡൽഹിയിലെ ഈ ഒരു വൻ നയതന്ത്ര സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത്. നിലവിൽ പമ്പുകളിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഓരോ ലിറ്റർ പെട്രോളിലും 20% വീതം കുറഞ്ഞ വിലയിലുള്ള എഥനോൾ കലർത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഉപഭോക്താക്കൾക്കിടയിൽ കടുത്ത വികാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ തന്റെ അധ്വാനത്തിന്റെ വലിയൊരു പങ്ക് നീക്കിവെച്ച് വാങ്ങുന്ന ഇന്ധനത്തിൽ ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് പച്ചയായിട്ടുള്ള ജനവഞ്ചനയാണ് എന്നാണ് സമരക്കാർ കുറ്റപ്പെടുത്തുന്നത്. മുൻകാലങ്ങളിൽ പെട്രോൾ പമ്പുകളിൽ ഇന്ധനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മലിനീകരണമോ അല്ലെങ്കിൽ വെള്ളം ചേർക്കലോ കണ്ടെത്തിയാൽ വലിയ നടപടികൾ സ്വീകരിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് സർക്കാർ തന്നെ നിയമപരമായിട്ട് ഇന്ധനത്തിന്റെ ഗുണനിലവാരം കുറച്ച് വിൽക്കുന്നത് വലിയൊരു പ്രതിഷേധമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു ചൂഷണത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കാൻ ലളിതമായിട്ടുള്ള ഒരു വിപണി ഉദാഹരണം നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു ഉപഭോക്താവ് വിപണിയിലെ പൂർണ്ണമായിട്ടുള്ള വില നൽകി നല്ല കട്ടിപ്പാലിൽ തയ്യാറാക്കിയ ചായ വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ കടക്കാരൻ സ്വന്തം ലാഭവിഹിതം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അതിൽ 20% വെള്ളം ചേർത്ത് നൽകുകയും അത് പരിസ്ഥിതിക്കും കർഷകർക്കും നല്ലതാണെന്ന് ന്യായം പറയുകയും ചെയ്യുന്നതിന് തുല്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വില കൂടിയ ശുദ്ധമായിട്ടുള്ള പെട്രോളിന് പകരം വില കുറഞ്ഞ ആൽക്കഹോൾ ചേർത്ത ഈ ഒരു മിശ്രിതം ഉപയോഗിക്കുന്നത് കാരണം രാജ്യതല സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് നിലവിൽ എഞ്ചിൻ തകരാറിലായിട്ട് വിവിധ വർക്ക്ഷോപ്പുകളിൽ കട്ടപ്പുറത്തായിരിക്കുന്നത്. എഥനോളിന്റെ രഹസ്യ ഘടന പ്രകൃതി വായുവിലെ ഈർപ്പവും വെള്ളവും വൻതോതിൽ വലിച്ചെടുക്കാൻ ശേഷിയുള്ള ഒന്നാണ് എന്നത് തന്നെയാണ് ഇതിന് കാരണം. വാഹനങ്ങൾ കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായിട്ട് ഓടിക്കാതെ നിർത്തിയിടുമ്പോൾ ടാങ്കറിനുള്ളിലെ എഥനോൾ ഘടകം ഇന്ധനത്തിൽ നിന്ന് വേർതിരിഞ്ഞ് വെള്ളമായിട്ട് മാറി താഴെ അടിയുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ഇത് എഞ്ചിന്റെ ആന്തരിക ഘടനയെ പൂർണ്ണമായിട്ടും ജാമാക്കുകയും ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കാറുകളുടെയും ബൈക്കുകളുടെയും പ്രവർത്തനക്ഷമത പെട്ടെന്ന് തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ എഥനോളിന്റെ ആസിഡ് സ്വഭാവം പഴയ വാഹനങ്ങളിലെ റബ്ബർ ട്യൂബുകളെയും ഫ്യൂവൽ പൈപ്പുകളെയും പ്ലാസ്റ്റിക് കംപ്ലിങ്ങുകളെയും വളരെ വേഗത്തിൽ ദ്രവിപ്പിച്ച് കളയുകയും ചെയ്യുന്നതാണ്. ഇന്ത്യയിലെ ഭൂരിഭാഗ സാധാരണക്കാരും മധ്യവർഗക്കാരും ഇപ്പോഴും ഉപയോഗിക്കുന്നത് പഴയ BS4 സാങ്കേതിക വിദ്യയിലുള്ള വാഹനങ്ങളാണ് എന്നിരിക്കെ ഈ ഒരു പുതിയ ഇന്ധനം അവയ്ക്ക് താങ്ങാൻ കഴിയാത്ത വലിയ വസ്തുത അധികൃതർ ബോധപൂർവം മറച്ചു വെക്കുകയാണ്. വാഹനങ്ങളുടെ എഞ്ചിൻ തകരാറുകൾക്ക് പുറമെ ഉപഭോക്താക്കളെ സാമ്പത്തികമായിട്ട് തകർക്കുന്ന മറ്റൊരു പ്രധാന ഘടകം ഈ മൈലേജിൽ ഉണ്ടാകുന്ന വൻ ഇടിവ് കൂടിയാണ്. ശുദ്ധമായിട്ടുള്ള അസംസ്കൃത പെട്രോളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എഥനോളിന് ഈ ഊർജ്ജ ഉൽപാദന ശേഷി വളരെ കുറവാണ്. ഇത് കാരണം വാഹനങ്ങളുടെ മൈലേജിൽ 6 മുതൽ 10% വരെ കുറവുണ്ടാകുന്നതായിട്ട് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരു വശത്ത് അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവിന്റെ ആനുകൂല്യങ്ങൾ പോലും നൽകാതെ പെട്രോൾ വില ലിറ്ററിന് 100 രൂപയ്ക്ക് മുകളിൽ നിലനിർത്തുകയും മറുവശത്ത് വാഹനങ്ങളുടെ മൈലേജ് വൻതോതിൽ കുറയ്ക്കുകയും ചെയ്യുന്നത് വഴി സാധാരണക്കാരന്റെ പോക്കറ്റാണ് ചോരുന്നത്. ഇന്ധന ചെലവുകൾക്കപ്പുറം വർക്ക്ഷോപ്പ് ബില്ലുകൾ കൂടി ഇരട്ടിയാകുമ്പോൾ സാധാരണ കുടുംബങ്ങളുടെ ബജറ്റ് പൂർണ്ണമായിട്ടും തകിടം മറിയുന്നു. സർക്കാരിന്റെ ഈ ഒരു നയത്തിന് പിന്നിലുള്ള വലിയൊരു സാമ്പത്തിക ക്രമക്കേടാണ് സമരസമിതികൾ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 1 ലിറ്റർ പെട്രോളിന്റെ ശുദ്ധീകരണ ചെലവ് ഉയർന്നതാണെങ്കിൽ ഇന്ത്യയിലെ പഞ്ചസാര മില്ലുകളിലും കരിമ്പ് തോട്ടങ്ങളിലും നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എഥനോളിന്റെ ശരാശരി നിർമ്മാണ ചെലവ് വെറും 60 മുതൽ 65 രൂപ വരെ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ 20% വില കുറഞ്ഞ ഒരു ഉൽപ്പാദനം പെട്രോളിൽ കലർത്തി വിൽക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക ലാഭം ഉപഭോക്താക്കൾക്ക് വിലക്കുറവായിട്ട് കൈമാറേണ്ടതുണ്ട്. എന്നാൽ പമ്പുകളിൽ ചെന്നാൽ പഴയ ഉയർന്ന വില തന്നെ ഈടാക്കുന്നത് വഴി കുറഞ്ഞ വിലയ്ക്കുള്ള എഥനോൾ ഉയർന്ന വിലയ്ക്ക് വിറ്റ് സർക്കാർ ജനങ്ങളെ പരസ്യമായിട്ട് കൊള്ളയടിക്കുകയാണ് എന്നാണ് നയതന്ത്ര വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. ബ്രസീലിൽ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ എഥനോൾ കലർത്തിയ ഇന്ധനങ്ങൾ വിപണിയിൽ എത്തിക്കുമ്പോൾ സാധാരണ ഇന്ധനത്തെക്കാൾ വലിയ തോതിൽ വില കുറച്ചാണ് ഉപഭോക്താക്കൾക്ക് നൽകാറുള്ളത്. വില കുറവുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ സ്വമേധയോ അല്ലെങ്കിൽ അത്തരം ഇന്ധനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് പതിവ്.
എന്നാൽ ഇന്ത്യയിൽ യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകാതെ ജനങ്ങൾക്ക് മേൽ ഇത് നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാനുമാണ് ഈ പദ്ധതി എന്നാണ് ധനമന്ത്രാലയത്തിന്റെ പ്രധാന ന്യായീകരണം. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ അതിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും നഷ്ടവും അല്ലെങ്കിൽ പാവപ്പെട്ട വാഹന ഉടമകളുടെ തലയിൽ മാത്രം കെട്ടിവെക്കുന്ന ഒരു ജനാധിപത്യ വിരുദ്ധമാവും. ഈ കാർഷിക മേഖലയ്ക്കും കരിമ്പ് കർഷകർക്കും വലിയ വരുമാനം ഉറപ്പാക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്നാണ് മറുവാദം പറയുന്നത്. കർഷകരെ സഹായിക്കുന്നതിനെ രാജ്യം സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഒരു പ്രത്യേക മേഖലയിലെ കർഷകർ കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ വാഹന ഉപഭോക്താക്കളെ ബലി കൊടുക്കുന്നത് ശരിയായ സാമ്പത്തിക നയമല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഡൽഹി നഗരത്തിലെ ഭീകരമായിട്ടുള്ള വായു മലിനീകരണം തടയുന്നതിനും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനും ഈ ഒരു ഹരിത ഇന്ധനം അനിവാര്യമാണ് എന്ന് പരിസ്ഥിതി മന്ത്രാലയം അവകാശപ്പെടുമ്പോൾ മറുചോദ്യം ഇതാണ്: എന്തുകൊണ്ട് അവിടെ വില കുറയ്ക്കുന്നില്ല എന്നുള്ളത്. മലിനീകരണത്തിന്റെ പേര് പറഞ്ഞ് ഡൽഹിയിലെ ജനങ്ങളെ ഇമോഷണലായി ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള നീക്കമാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. വൻകിട നിർമ്മാണ കമ്പനികളെയും ഫാക്ടറികളെയും നിയന്ത്രിക്കാതെ പാവപ്പെട്ടവന്റെ വാഹനത്തിന് മേൽ കുതിര കയറുകയാണ് സർക്കാർ ചെയ്യുന്നത്. എന്തായാലും രാജ്യത്തെ വൻകിട വാഹന നിർമ്മാണ കമ്പനികളും ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായിട്ടും കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കൊപ്പമാണ് നിലകൊള്ളുന്നത്. പുതിയ BS6 അല്ലെങ്കിൽ BS6 സ്റ്റേജ് 2 വണ്ടികൾക്ക് മാത്രമേ E20 ഇന്ധനം ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്ന് കമ്പനികൾ കൈമലർത്തുമ്പോൾ നിലവിൽ നിരത്തലുകളിലുള്ള കോടിക്കണക്കിന് പഴയ വാഹനങ്ങൾ എന്ത് ചെയ്യണമെന്ന വലിയ ചോദ്യത്തിന് ആരുടെ പക്കലും ഉത്തരമില്ല. പഴയ വണ്ടികൾ നശിച്ചു പോകുമ്പോൾ പുതിയ അത്യാധുനിക ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ വാങ്ങാൻ സാധാരണക്കാരന്റെ പക്കൽ സാമ്പത്തിക ശേഷിയില്ല എന്ന കഠിനമായിട്ടുള്ള യാഥാർത്ഥ്യം അധികാരികൾ കാണാതെ പോകുന്നു. ഇന്ധന വിപണിയിലെ ഈ ഒരു ഏകപക്ഷീയമായിട്ടുള്ള അടിച്ചേൽപ്പിക്കൽ കാരണം ജനങ്ങൾക്ക് ഇരട്ടി ആഘാതമാണ് നേരിടേണ്ടി വരുന്നത്. ഒരു വശത്ത് ഇന്ധന ചെലവ് കൂടുമ്പോൾ മറുവശത്ത് വാഹനങ്ങളുടെ മൂല്യം ഇല്ലാതാകുന്നു. ഡൽഹിയിൽ ഇപ്പോൾ ആളിക്കത്തുന്ന ഈ ഒരു സമരം കേവലം ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമല്ല, മറിച്ച് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. ഈ ഒരു ഇന്ധന ചെലവുകൾ വർദ്ധിക്കുന്നത് വരും ദിവസങ്ങളിൽ ചരക്ക് കൂലി വർധനവിനും അതുവഴി വിപണിയിൽ വൻ വിലക്കയറ്റത്തിനും കാരണമാകുമെന്നത് ഉറപ്പാണ്. പൊതുജനങ്ങളുടെ പണം പരീക്ഷണ വസ്തുവാക്കുന്ന ഇത്തരം കടുംവെട്ട് നയങ്ങൾ ഭരണകൂടം ഉടൻ തന്നെ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഏതൊരു ജനകീയ പദ്ധതി നടപ്പിലാക്കുമ്പോഴും അതിൽ സുതാര്യത ഉറപ്പാക്കണം. പെട്രോളിൽ എത്ര ശതമാനം എഥനോൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പമ്പുകളിൽ കൃത്യമായിട്ട് പ്രദർശിപ്പിക്കാനും അതോടൊപ്പം തന്നെ ശുദ്ധമായിട്ടുള്ള പെട്രോൾ വേണമെന്നുള്ളവർക്ക് അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാനും പെട്രോളിയം കമ്പനികൾ തയ്യാറാകണമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ആളിക്കത്തുന്നത്. ഇത് പാവപ്പെട്ടവന്റെ വയറ്റത്തടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ ആളിക്കത്തിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ലാഭം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണെങ്കിൽ ഇനിയുള്ള പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ ജനം പറയുന്നത്.